+2-ൽ ബയോസയൻസ് കഴിഞ്ഞവരാണോ നിങ്ങൾ? ഡോക്ടർ, എഞ്ചിനീയർ, ഇതൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് പഠിക്കാൻ. എന്നാൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ഹെൽത്ത് കെയർ ഏരിയയിലെ ഒരു കിടിലൻ കോഴ്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തെറപ്പിസ്റ്റുകൾ. ലോകത്ത് 2.1 ബില്യൺ കോടി ജനങ്ങൾക്ക് ശാരീരികമോ മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തെറപ്പിസ്റ്റുകളെ ലോകത്തിന് ആവശ്യമാണ്. ഇന്ത്യയിൽ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസോസിയേഷനാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇവർ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ദേശീയ പ്രാധാന്യമുള്ളതുണ്ട്. ഇൻഹാംസ്, നിഷിം, ഹാംസ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഇവർ നടത്തുന്ന ഡിഗ്രി, PG, PhD തുടങ്ങിയ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് +2-ന് ശേഷം ബയോസയൻസ് കഴിഞ്ഞവർക്ക് അഡ്മിഷൻ എടുക്കാം. ഈ അഡ്മിഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് കരിയർ മാപ്പിംഗ് TVയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുക. ഇപ്പോൾ മിനിമം നമ്മൾ മനസ്സിലാക്കേണ്ടത് +2-ന് ശേഷം പോകാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി, അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ ഉണ്ടല്ലോ. ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ ഉള്ള മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ്, കൂടാതെ നമ്മുടെ സ്കൂളുകളിലേക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ഓട്ടിസം പോലത്തെ രോഗങ്ങൾ ബാധിച്ച കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരെ, ഇവരെയൊക്കെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലത്തും നിലനിൽക്കുന്ന ജോബാണ് കേട്ടോ ഇത്. അത്തരം ഒരു സാധ്യതകളിലേക്കാണ് ഇന്ന് ബയോസയൻസുകാർക്ക് എത്താനുള്ളത്. ലോകത്തിന് മുഴുവനും ഒരുപാട് സാധ്യതകളുണ്ട്. പല രാജ്യങ്ങളും ഷോർട്ട് ലിസ്റ്റഡ് കരിയറിൽ കാണുന്ന ഒരു കാര്യം കൂടെയാണ് ഈ തെറാപ്പിസ്റ്റുകളെ കുറിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക.